Hi friends, today we are going to discuss a beautiful chapter, My Sister's Shoes. അല്ലെ, ഒരു ചാപ്റ്റർ എന്ന് പറയുന്നില്ല, ഇതൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിലിമാണ് കേട്ടോ. പക്ഷെ എന്തുകൊണ്ടോ ആ ഫിലിമിന്റെ കംപ്ലീറ്റ് പാർട്ട് നിങ്ങൾക്കില്ല. ഒരു ഫിലിമില് വെറും 4 സീൻ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുള്ളത്. നോക്കാം. In the article, the Project Tiger, you saw the effort taken by Satyajit Ray and his team to make a tiger act in one of his film. അല്ലെ, ആദ്യത്തെ നമ്മുടെ ചാപ്റ്റർ ആയിരുന്നില്ല പ്രൊജക്ട് ടൈഗറിൽ നിങ്ങൾ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം ഒരു ടൈഗറിനെ വെച്ചിട്ട്, സത്യജിത് റായ് എന്ന് പറയുന്ന വ്യക്തി ഒരു ടൈഗറിനെ വെച്ചിട്ട് വളരെ എഫേർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ടീമും ക്യാമറകൾ ചലിപ്പിക്കുന്നതും വളരെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ടൈഗറിനെ വെച്ചിട്ട് വളരെ റിസ്ക് എടുത്തിട്ട് 2 തവണയൊക്കെ റിസ്ക് എടുത്ത് ഒരു ഫിലിം മേക്ക് ചെയ്യുന്നതായിരുന്നു നിങ്ങൾ പ്രൊജക്ട് ടൈഗറിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ നോക്കാം. In a film, the actor and the contestant in which they should behave or speak are determined on the basis of a written script. അല്ലെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഒരു എഴുതി വെച്ചിട്ട് ഓൾറെഡി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു റിട്ടൺ സ്ക്രിപ്റ്റ് ഉണ്ടാവും അല്ലെ. എഴുതി വെച്ചിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടാവും. ആ തിരക്കഥയെ ബേസ് ചെയ്തിട്ട് അതിലുള്ള വ്യക്തികളും ആളുകളൊക്കെ ബിഹേവ് ചെയ്യും, അഭിനയിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത് മക്കളെ? ഒരു ഫിലിം ഉണ്ടാകുന്നത് അല്ലെ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നോക്കാം. ഹാവ് യു എവർ റീഡ് എ ഫിലിം സ്ക്രിപ്റ്റ് എന്നാണ് ചോദ്യം. നിങ്ങൾ ഇതിനു മുമ്പ് ഒരു തിരക്കഥ വായിച്ചിട്ടുണ്ടോ? നിങ്ങളിത് എന്തെങ്കിലും ഒരു തിരക്കഥ വായിച്ചിട്ടുണ്ടോ എന്നാണ്. Here is an extract from a feature film script by Majid Majidi, a renowned Iranian filmmaker. അല്ലെ, നമ്മുടെ റൈറ്ററാണ്. പറയാം, റൈറ്ററെ കുറിച്ച് നമ്മൾ ഇനി പറയുന്നുണ്ട്. ഒരു ഇറാനിയൻ ഫിലിം മേക്കർ ആണ് മാജിദ് മജീദി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഫിലിമിന്റെ ഒരു 4 സീനിന്റെ ഒരു തിരക്കഥ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. നോക്കാം. മൈ സിസ്റ്റേഴ്സ് ഷൂ അല്ലെ, ഇതെന്ന് പറഞ്ഞാൽ ഫ്രം ചിൽഡ്രൻസ് ഓഫ് ഹെവൻ, ബച്ചായെ ആസ്മാൻ, ഡയറക്ടർ മാജിദ് മജീദി. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാജിദ് മജീദി എന്ന് പറയുന്ന നമ്മുടെ ഇറാനിയൻ ഡയറക്ടർ ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ബച്ചായെ ആസ്മാൻ എന്ന് പറയുന്ന ഒരു ഫിലിമാണ്. അതിന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോഴാണ് ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന് വരുന്നത് കേട്ടോ. അതിലെ ഒരു 4 സീൻ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഇതിന്റെ എൻഡിങ് ആവുന്നത് വരെ അതൊരു വളരെ ക്യൂരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഇത് കേൾക്കും എന്നുള്ളത്. അത്രയും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫിലിമും കുറച്ച് സീനുകളാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ മാർഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൊക്കെ നോക്കിക്കഴിഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിലിം കാണാൻ പറ്റും. അതിനപ്പുറം ഈ കുറച്ച് സീനുകൾ പ്രത്യേകം എടുത്ത് പല ഭാഗങ്ങളൊക്കെ ആയിട്ട് പല വീഡിയോസും ഉണ്ട് കേട്ടോ. കാണുക, വളരെ മനോഹരമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. മൈ സിസ്റ്റർ ഷൂ അല്ലെ, ഇതിനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് പറയാം. ഇതിന്റെ ഒരു സ്റ്റോറി ഒരു വേഗം നൽകാം. തുടക്കത്തില് ഇതിലുള്ളത് ഒരു ചെറിയൊരു ഇറാനിയൻ കുടുംബമാണ് അല്ലെ. വളരെ സാമ്പത്തികമായിട്ട് ഒരു വലിയൊരു സെറ്റപ്പ് ഒന്നും അല്ലാത്ത, വളരെ സാമ്പത്തികമായിട്ട് സ്ട്രഗിളിങ് ചെയ്യുന്ന ഒരു ഇറാനിയൻ കുടുംബം. ഓക്കെ, അച്ഛൻ, അമ്മ, 3 മക്കളാണുള്ളത്. അമ്മയ്ക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ ഒരു കിടത്തം പോലെയാണ്. അപ്പൊ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അമ്മയ്ക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അച്ഛനാണെങ്കിൽ പൈസ ഇല്ലാത്തത് കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ അദ്ദേഹം പറയും അത് വേണ്ട, അത് ചെയ്യണ്ട, അങ്ങനെ പല എക്സ്ക്യൂസുകളൊക്കെ പറയും. അതാണ് ആ ഒരു ഭാഗം. മറ്റൊരു സൈഡിൽ അവരുടെ മക്കളായിട്ടുള്ള അലിയും സഹറയും, പിന്നെ ഒരു ചെറിയ കുഞ്ഞാണ്, ബേബിയാണ്. അതിന് മെൻഷൻ ചെയ്യുന്നില്ല വല്ലാണ്ട്. ഓക്കെ, അപ്പോ അലി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മുടെ ക്യാമറ ഇതിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ സെഹ്റ എന്ന് പറയുന്ന ആളുടെ സിസ്റ്ററും ഉണ്ട്. ഇതാണ് ഒരു ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് മൊത്തത്തിൽ വരുന്ന ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. നമുക്കിനി നോക്കാം. മൈ സിസ്റ്റേഴ്സ് ഷൂ, ഡയറക്ടഡ് ബൈ മാജിദ് മജീദി. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അറിയാം അല്ലെ. അദ്ദേഹത്തെ കുറിച്ചൊക്കെ അറിയൽ നിർബന്ധമാണ് കേട്ടോ. മാജിദ് മജീദി, ബോൺ ഇൻ 17 April 1959, ഈസ് ആൻ ഇറാനിയൻ ഫിലിം ഡയറക്ടർ. എന്താണെങ്കിലും അത് ഇതിലും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഇറാനിയൻ ഫിലിം ഡയറക്ടറാണ്, ഫിലിം പ്രൊഡ്യൂസറാണ്, സ്ക്രീൻ റൈറ്റർ ആണ് അല്ലെ. എല്ലാ മേഖലയിലും ഉണ്ട് അല്ലെ. തിരക്കഥ എഴുതും, പ്രൊഡ്യൂസ് ചെയ്യും, ഡയറക്ടറും ആണ്. ഓക്കെ, he has directed several features films include The Color of Paradise, Paran and The Will of Tree. In 1999, Majid directed the film Children of Heaven അല്ലെ. ഇതാണ് നമ്മുടെ ആവശ്യം, ഇതാണ് കേട്ടോ. മാജിദ് മജീദി directed the film Children of Heaven, which was nominated for the Academy Award for the Best Foreign Language Film അല്ലെ.
എഴുതണം. അക്കാഡമി അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമിലോട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫിലിം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരുപാട് മറ്റ് അവാർഡുകളൊക്കെ ഈ ഫിലിമിന് വന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ. This is the first Iranian film to has been nominated by the Academy. കേട്ടോ, എന്തെങ്കിലും ഒരു കാരണവശാൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു എഴുതാൻ വരികയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇറാനിയൻ ഫിലിം ടു ഹാവ് ബീൻ നോമിനേറ്റഡ് ബൈ ദ അക്കാഡമി. ഇതിലോട്ട് അക്കാഡമി അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് സീൻ 1 ഇത് നിങ്ങൾ ഒരു തിരക്കഥ പോലെ കാണണം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സീനായിട്ട് നിങ്ങൾ ഇതിങ്ങനെ കാണുക, ഒരു ഫിലിം കാണുന്നത് പോലെ നിങ്ങൾ കാണുക. അതേപോലെ തന്നെ ഒരു പേപ്പറിൽ തിരക്കഥ വായിക്കുന്നത് പോലെയും നിങ്ങൾ ഈ 2 കാര്യം പോലെയാണ് ഇത് കാണേണ്ടത്. അല്ലാതെ ഒരു കഥ കേൾക്കുന്ന പോലെ ഒന്നും ഇരുന്ന് കേൾക്കരുത്. സീനുകൾ ഇങ്ങനെ കണ്ണിലൂടെ ഇങ്ങനെ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ദെൻ സീൻ 1 എ കോബ്ലേഴ്സ് ഷോപ്പ് അല്ലെ, ഒരു ചെരുപ്പ് കുത്തിയുടെ കടയിലോട്ടാണ് ഇപ്പൊ നമ്മൾ പോയിട്ടുള്ളത്. നിങ്ങളുടെ മൈൻഡിൽ ഒരു ചെരുപ്പ് കുത്തി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ക്ലോസ് അപ്പ് ഓഫ് എ കോബ്ലർ സ്റ്റിച്ചിങ് എ ഗേൾസ് ഷൂ അല്ലെ. തുടക്കത്തിൽ തന്നെ സീൻ അത്യാവശ്യം ക്ലോസ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അല്ലെ. ഒരു കോബ്ലറിന്റെ ഒരു ചെരുപ്പ് കുത്തി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ ഷൂ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുന്നുണ്ട്. ഓക്കെ, only the pink shoe and the cobbler's hands are in the frame അല്ലെ. ക്ലോസ് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ ഇപ്പൊ എന്ത് മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ, ആ പിങ്ക് ഷൂവും അതുപോലെ കോബ്ലറുടെ ഹാൻഡ്സും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഫ്രെയിമിൽ ഇപ്പൊ കാണുന്നത്. അത്രയും ക്ലോസ് ചെയ്തിട്ടാണ് സീൻ എടുത്തിട്ടുള്ളത്. The camera moves back to middle distance to show Ali sitting on a low chair next to the cobbler and watching him work അല്ലെ. ഇനി ഓക്കെ, മിഡിൽ ഷോട്ടിലോട്ട് പോവാണ് കേട്ടോ. ക്യാമറ എന്ത് ചെയ്യാണ്, കുറച്ച് ബാക്കിലോട്ട് ഇട്ടിട്ട് ഒരു മിഡിൽ ഡിസ്റ്റൻസ് ആയിട്ട് ക്യാമറ വെച്ചപ്പോ നിങ്ങൾക്ക് ആരെ കാണുന്നുണ്ട്, നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള അലി എന്ത് ചെയ്യുന്നുണ്ട്, കോബ്ലറുടെ തൊട്ടപ്പുറത്തുള്ള ലോ ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, വാച്ചിങ് ഹിം വർക്ക് അല്ലെ. അദ്ദേഹം ഇങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കുട്ടികളാകുമ്പോ മെയിൻ ആയിട്ട് അതാണല്ലോ അല്ലെ, ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത് എന്ത് ചെയ്യാന് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. The cobbler finishes stitching the shoe, picking up the other one of the pair and hands them both to Ali അല്ലെ. കോബ്ലർ എന്ത് ചെയ്തു, ഒരു ഷൂ സ്റ്റിച്ച് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് നിന്നുള്ള മറ്റേ ഷൂ കൂടെ എടുത്തിട്ട് അലിയുടെ കയ്യിലോട്ട് കൊടുത്തു. കോബ്ലർ, that will be 30 domans. എത്രയാണ് പറഞ്ഞത്, ഡൊമൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൈസയാണ് കേട്ടോ. എത്ര രൂപയായി, 30 domans ആയി എന്ന് പറയാണ്. അലി, താങ്ക് യു, gives money to the cobbler. ഇതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെയൊക്കെ പിക്ചർ മനസ്സിൽ വേണം. അലി എന്ത് ചെയ്യാണ്, താങ്ക് യു പറഞ്ഞിട്ട് കോബ്ലർക്ക് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. then cobbler, here is your change, picks up coins from the money box to give to Ali അല്ലെ. അദ്ദേഹത്തിന്റെ മണി ബോക്സിൽ നിന്നിട്ടും പൈസ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, കോബ്ലർ തിരിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ സീനായിട്ടാട്ടോ കാണുന്നത്. തിരക്കഥയിൽ ഇങ്ങനെ എഴുതി ബ്രാക്കറ്റിൽ ഇട്ടതാണ്. അപ്പോ then cut to the street outside അല്ലെ. ഇനിയിപ്പോ അവിടെ നിന്നിട്ട് ഈ അലിയുടെ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ പൈസ കൊടുത്തു. നേരെ സീന് തൊട്ട് മുമ്പിലോട്ട് ഒരു സ്ട്രീറ്റ് ആണ്, ആ കടയുടെ നേരെ മുമ്പിൽ സ്ട്രീറ്റ് ആണ്. ക്യാമറ നേരെ ഇനി എങ്ങോട്ട് വരികയാണ്, സ്ട്രീറ്റിലോട്ട് വരികയാണ്, പുറത്തോട്ട് വരികയാണ് കേട്ടോ. Seen from across the street, the cobbler's shop where Ali and the cobbler are sitting can be seen അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് കുറച്ച് സ്ട്രീറ്റിന് ക്രോസ് ചെയ്തിട്ട് അപ്പുറ ഭാഗത്തായിട്ടാണ് ഇനിയിപ്പോ ക്യാമറ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിൽക്കാണ്. ഇപ്പൊ നേരിട്ട് നിങ്ങൾക്ക് ആരെ കാണുന്നുണ്ട്, അലി, ആ കോബ്ലർ ഷോപ്പും അലിയും അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് അല്ലെ. To the right of the cobbler shop is a door with a curtain hanging on it which appears to open into a row house അല്ലെ. ഒരു റോ ഹൗസിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിക്ക് അവിടെ എന്തുണ്ട്, ആ കോബ്ലറുടെ ഷോപ്പിന്റെ ഒരു ഡോർ ഉണ്ട്. ആ ഡോറും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കർട്ടൻ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഒരു ഓപ്പൺ റോ ഹൗസിലോട്ട് ഇങ്ങനെ ഓപ്പൺ അല്ലെ. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഡോറ് തുറന്നാലും ഒരു കർട്ടൻ ഉണ്ടാവും, ആ കർട്ടനും കൂടെ മാറ്റിയിട്ട് വേണം ആ വീട്ടിലോട്ട് പോവാൻ അല്ലെ. നോക്കാം. അലി ഈസ് ലീവിംഗ് ദ ഷോപ്പ്, അലീസ് വോയിസ് താങ്ക് യു അല്ലെ. അലി ഷോപ്പിൽ നിന്നും പോരുന്നുണ്ട്. അലി അവിടെ എന്ത് പറയുന്നുണ്ട്, താങ്ക് യു പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കാം അല്ലെ. The cobbler's voice, you are welcome, goodbye അല്ലെ. നിങ്ങൾ കോബ്ലറുടെ വോയിസും കേൾക്കുന്നുണ്ട്, you are welcome, goodbye എന്ന് പറയുന്നത് അല്ലെ. Then a man with a parcel under his arm walks up to the curtain door
അല്ലെ, ലിഫ്റ്റ് ദ കർട്ടൻ ആൻഡ് ഗോസ് ഇൻ അല്ലെ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കാണ്, ആ കടയിലോട്ട് തന്നെയാണല്ലോ ഇപ്പൊ ക്യാമറ പിടിച്ച്. അവിടെ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കയ്യിലൊരു പാഴ്സലൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വന്നിട്ട് എന്ത് ചെയ്യാണ്, ആ കർട്ടൻ ഇങ്ങനെ നീക്കിയിട്ട് അതിന്റെ ഉള്ളിലോട്ട് കയറുകയാണ്. goes in as Ali comes out of the cobbler shop അല്ലെ. അത് നിങ്ങൾ അങ്ങനെ പലപ്പോഴും കണ്ടു, ഒരാളിങ്ങനെ കട്ടൻ നീക്കി ഉള്ളിലോട്ട് കയറി പോയപ്പോ അലി എന്ത് ചെയ്യാണ്, അപ്പൊ ആ കട്ടൻ നീക്കി ഉള്ളിലോട്ടും അലി അതിനുള്ളിൽ നിന്ന് പുറത്തോട്ടും വരികയാണ്. putting the shoes into a small black bag in his hand അല്ലെ. കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ ബാഗിൽ എന്ത് വെച്ചിട്ടുണ്ട്, ഷൂ വെച്ചിട്ടുണ്ട്. ഓക്കെ, then walks down the street and moves out of the frame on the left അല്ലെ. എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് വെച്ചാൽ ഈ കോർപ്പറേറ്റ് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് അലി എന്ത് ചെയ്യാണ്, കയ്യിൽ ബ്ലാക്ക് കവറിൽ ഷൂ ഉണ്ട്, അലി ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ ഫ്രെയിമിൽ നിന്നും അങ്ങനെ നീങ്ങി പോവുകയാണ്. ഓക്കെ, then scene 2. അപ്പൊ സീൻ 1 എന്തായിരുന്നു, ഓർമ്മ വേണം കേട്ടോ. സീൻ 1 ആരൊക്കെ വന്നു, ഏതൊക്കെ ക്യാരക്ടേഴ്സ് വന്നു, കോബ്ലറുടെ ഷോപ്പിൽ വെച്ചിട്ടാണ്. സീൻ 1 സെറ്റിംഗ് ഫുൾ അവിടെയാ കിടക്കുന്നത് കേട്ടോ. അതിൽ ആരൊക്കെ ഉണ്ട്, അലി ഉണ്ട്, കോബ്ലർ ഉണ്ട്, പിന്നെ ഇടയിൽ ഒരു മാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, പാർസലുമായിട്ട് അല്ലെ. മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത് കോബ്ലറും അലിയാണ്. ആ ഫസ്റ്റിൽ വരുന്ന ആ ചെരുപ്പ് കുത്തി അലിയും മാത്രമാണ് ഫസ്റ്റ് സീനിൽ വരുന്നത് കേട്ടോ. ദെൻ സീൻ 2, രണ്ടാമത്തെ സീൻ എവിടെ എടുക്കുന്നത്, ബേക്കറിയിൽ വെച്ചിട്ട്. ഒരു ബേക്കറി കടയിലാണ് രണ്ടാമത്തെ സീൻ നടക്കുന്നത്. നോക്കാം. ഇൻസൈഡ് ദ ബേക്കറി, ബേക്കറിയുടെ ഉള്ളിൽ ഷോട്ട്സ് ഓഫ് ദ ബ്രെഡ് ബീങ് ബേക്ക്ഡ്, ക്ലോസ് അപ്പ് ഓഫ് എ ഹാൻഡ് പുട്ടിംഗ് ഇൻ ടു സ്റ്റൗ, നീഡൽ ഫ്ലോർ സ്പ്രെഡ് ഓൺ ദ ബേക്കിംഗ് ബോർഡ് ആൻഡ് ടേക്കിംഗ് ഔട്ട് ദ ബേക്ക്ഡ് നാൻ അല്ലെ. എന്ത് ചെയ്യാണ്, ഒരു ബേക്കറി കട എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ബേക്കറിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഹോട്ടലിൽ നിന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ. അവിടുത്തെ മെയിൻ ഫുഡാണ് ഞാൻ. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു ക്ലോസപ്പ് ആണ്. അപ്പൊ ഒരു ഹാൻഡ് മാത്രമേ കാണുന്നുള്ളൂ. അതിങ്ങനെ അതുണ്ടാക്കുന്ന ആ ഒരു ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്, ബേക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന് എന്ത് ഉണ്ടാക്കുന്നുണ്ട്, ടേക്ക് ഔട്ട് ദ ബേക്കറി. അതിൽ നിന്നും ബേക്കായി കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞിട്ടുള്ള ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഓക്കെ, the camera pans slightly to the right to show Ali picking up the naan dropped by the cook അല്ലെ. ക്യാമറ എന്ത് ചെയ്യാണ്, പതുക്കെ അലിയുടെ ഭാഗത്തോട്ട് കൊണ്ടുവരുമ്പോ അലി എന്ത് ചെയ്യുന്നുണ്ട്, അലി അവിടെ നിന്നും ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇതെന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്, പൊറുക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് ഞാൻ. ആൻഡ് സ്റ്റാക്കിംഗ് ദം ഓൺ എ ക്ലോത്ത് സ്പ്രെഡിങ് ഓൺ എ വുഡൻ പ്ലാങ്ക് അല്ലെ. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാക്കിംഗ് ചെയ്യുന്നുണ്ട്. സ്റ്റാക്കിംഗ് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടി വെക്കുകയാണ്. ഒരു ക്ലോത്തിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വുഡൻ പ്ലാങ്കുമ്പോ വെച്ചിട്ട്, ഒരു മരത്തിന്റെ ഒരു തടിയുണ്ട്, അതുമ്പോ വെച്ചിട്ട് ഇങ്ങനെ അത് കിട്ടിയതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. The camera moves back to show Ali and the 3 cooks sitting around the stove അല്ലെ. ആ ക്യാമറ വീണ്ടും അവിടെ നിന്ന് എടുക്കുമ്പോ എന്താ കാണുന്നത്, 3 cooks sitting around the stove. സ്റ്റൗവിന് ചുറ്റും ഒരു 3 പാചകക്കാർ നിന്നിട്ട് പുട്ടിങ് ഇറ്റ് ഇൻസൈഡ് ദ സ്റ്റവ് അല്ലെ. ആൻഡ് നീഡിങ് ആൻഡ് പുട്ടിങ് ഇൻ ദ സ്റ്റവ് എന്നാണ്. അവരിങ്ങനെ കുഴക്കുന്നുണ്ട്, മാവ് കുഴക്കുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലി ഫിനിഷസ് സ്റ്റാക്കിംഗ് ദ നാൻ ആൻഡ് ടൈസ് അപ്പ് ദ ക്ലോത്ത് ഇൻ ടു ദ ബണ്ടിൽ അല്ലെ. അതെന്ത് ചെയ്തു, ആ പൊറുക്കി കൂട്ടിയൊക്കെ വെച്ചിട്ട് അതിങ്ങനെ കൂട്ടി കെട്ടിയിട്ട് ഒരു ബണ്ടിലാക്കിയിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ബണ്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ എടുത്തു, ഒരു തുണിയില് കേട്ടോ. തുണിയിൽ ഡ്രസ്സൊക്കെ കെട്ടുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ, അതേപോലെ എടുത്തു. ദെൻ സീൻ 3 അല്ലെ. അപ്പൊ സീൻ 1 എവിടെയായിരുന്നു, കോബ്ലറുടെ ഷോപ്പിലായിരുന്നു, ചെരുപ്പ് കുത്തിയുടെ ഷോപ്പായിരുന്നു. സീൻ 2 ബേക്കറി ആയിരുന്നു. ഇനി സീൻ 3 നോക്കാം. ദ ഫുഡ് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി അല്ലെ. ഇനി ഇതെന്താണ്, ബേക്കറി അവിടെ സീൻ കഴിഞ്ഞു. അപ്പൊ ബേക്കറിയുടെ പുറത്തുള്ള ഫുഡ് പാത്ത് ഉണ്ട് അല്ലെ, നമ്മളിങ്ങനെ നടവഴി കാണൂല്ലേ, നടപ്പാത, അവിടെയാണ് ഇനി സീൻ ഉള്ളത്. നോക്കാം. A small group of men are waiting in a queue outside the bakery to buy naan അല്ലെ. അപ്പൊ ബേക്കറിയുടെ പുറത്ത് സൈഡിൽ കാണുന്ന എന്താണ്, ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ബേക്കറിയുടെ മുമ്പിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. The outline of the buildings in the street is seen in the distance അല്ലെ. ആ സ്ട്രീറ്റിന്റെ ഔട്ട്ലൈൻ കുറച്ച് ദൂരെ നിന്നിട്ട് നമുക്ക് ആ സ്ട്രീറ്റിന്റെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ കാണാൻ കഴിയും. Ali is seen coming out of the bakery into the footpath അല്ലെ. നിങ്ങൾക്ക് ഇനിയിപ്പോ എന്ത് കാണാൻ പറ്റും, അലി ബേക്കറിയിൽ നിന്നും ഫുട്പാത്തിലോട്ട് വരുന്നത് കാണാം. The parcel of a naan in his right hand and the parcel of the shoes in his left hand അല്ലെ. അവന്റെ റൈറ്റ് ഹാൻഡിൽ എന്തുണ്ട്, നാനിന്റെ പാർസലുണ്ട്, ലെഫ്റ്റ് ഹാൻഡിൽ എന്തുണ്ട്, ഷൂ ഉണ്ട്. ക്ലിയർ. Then
He crosses the pavement and walks into the vegetable store. അല്ലെ, ഇനി അവൻ എന്ത് ചെയ്യാണ്? ആ നടപ്പാതയിലൂടെ അവൻ ഇങ്ങനെ നടന്നു പോയിട്ട് ഇനി അടുത്തത് എങ്ങോട്ടാ പോകുന്നത്? ഒരു വെജിറ്റബിൾ സ്റ്റോറിലായിട്ടാ, അല്ലെ, ഒരു പച്ചക്കറി കടയിലോട്ടാണ്. He places the bundle of naan on the top of the pile of boxes of vegetables stacked in front of the shop. അല്ലെ, ഷോപ്പിന് മുമ്പിലായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന വെജിറ്റബിൾസിന്റെ ഒക്കെ ബോക്സുകൾ ഉണ്ട് അല്ലെ, അതിന്റെ മുകളിലായിട്ട് അവൻ എന്ത് വെച്ചു? ബണ്ടിൽ ഓഫ് നാന് വെച്ചു കേട്ടോ. അപ്പൊ നാന് വെച്ചത് ഈ പറഞ്ഞ നേരെ മുമ്പിലുള്ള പച്ചക്കറി കടയുടെ മുമ്പിലുള്ള അട്ടിക്ക് വെച്ചിരിക്കുന്ന പച്ചക്കറി ബോക്സിന്റെ മുകളിലായിട്ട് എന്ത് വെച്ചു? നാന് വെച്ചു. ഓക്കെ, then the bag of the shoes in a small gap between two boxes. Bag of the shoes എവിടെ വെച്ചത്? ഈ ബോക്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഇടയിലാണ് എന്ത് ചെയ്തത്? ഷൂസ് വെച്ചിട്ടുള്ളത്. On the sound track a hawker's voice is heard. അല്ലെ, അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു സിനിമയുടെ സീൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരു ഫിലിമായിട്ട് നിങ്ങൾക്ക് കണ്ണിലൂടെ കാണാം, സ്ക്രിപ്റ്റിലായിട്ടും കാണാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അലി ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ആ ഫിലിം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്നെങ്കിൽ ഒരു വിളി കേൾക്കാം അല്ലെ, ഉപ്പ് വേണോ ഉപ്പ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു വിളിയാണ്. ഒരു കച്ചവടക്കാരന്റെ അല്ലെ, ഹോക്കേഴ്സ് മീൻസ് കച്ചവടക്കാരനാണ്. അത് എന്താ വിളിക്കുന്നത്? സാൾട്ട് ഫോർ ട്രേഡ് അല്ലെ, ഉപ്പ് വേണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശബ്ദം കേൾക്കാം. ദ ഷോപ്പ് കീപ്പേഴ്സ് ഈസ് സീൻ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കൗണ്ടർ. അല്ലെ, കൗണ്ടറിന്റെ പിന്നിലായിട്ട് ആര് നിൽക്കുന്നുണ്ട്? ആ പച്ചക്കറി കടക്കാരനായിട്ടുള്ള ഷോപ്പ് കീപ്പർ നിൽക്കുന്നുണ്ട്. അലി ടു ദ ഷോപ്പ് കീപ്പർ. അലി ഷോപ്പ് കീപ്പറിനോട്ട് അടുത്ത് കയറി ചെല്ലുമ്പോൾ ഷോപ്പ് കീപ്പറോട്ട് പറയാണ്, അസ്ലാമു അലൈക്കും അക്ബർ അക്ക. അല്ലെ, അസ്ലാമു അലൈക്കും അക്ബർ അക്ക. അല്ലെ, ഇതൊരു ഇറാനിയൻ ഫിലിമാണല്ലോ, ഇതൊരു മുസ്ലിംസിന്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഫിലിമാട്ടോ. അപ്പൊ അവിടെ കയറി ചെല്ലുമ്പോ എന്താ പറയുന്നത്? അക്ക മീൻസ് ഏട്ട, കാക്കു എന്നൊക്കെ റെസ്പെക്റ്റോട് കൂടിയിട്ട് വിളിക്കുന്നതാണ് കേട്ടോ. അസ്ലാമു അലൈക്കും അക്ബർ അക്ക, ഐ നീഡ് സം പൊട്ടറ്റോ. അല്ലെ, ഒന്ന് വിഷ് ചെയ്തു. എന്നിട്ട് എന്ത് പറയാണ്? എനിക്ക് കുറച്ച് പൊട്ടറ്റോ വേണം എന്നാണ് അല്ലെ, കുറച്ച് കിഴങ്ങ് വേണം. അക്ബർ. ദ ഷോപ്പ് കീപ്പർ ഗീവ്സ് അലി എ സ്മോൾ ബ്ലാക്ക് ബാഗ് ടു പുട്ട് പൊട്ടറ്റോസ് ഇൻ. അല്ലെ, അവിടേക്ക് അങ്ങനെ ആയിരിക്കാം അല്ലെ. ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു? ഒരു കവർ എടുത്തിട്ട്, ഒരു സ്മോൾ ബാഗ് കവർ എടുത്തിട്ട് പൊട്ടറ്റോ എടുക്കാൻ വേണ്ടിയിട്ട് അലിക്ക് കൊടുത്തു. Ali starts picking the large, wholesome potatoes in box at the top of the heap. അല്ലെ, ഏറ്റവും ആ ഹീപ്പിന്, ആ കുന്നിന്റെ ഏറ്റവും മുകളിൽ, ഐ മീൻ അട്ടി വെച്ചിട്ടുള്ള ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന ബോക്സിൽ നിന്നും പൊട്ടറ്റോ എടുത്തിടാൻ തുടങ്ങി അലി. അക്ബർ, നോട്ട് ദോസ്, അതല്ല, ആ കുട്ടി അതിൽ നിന്നല്ല. കിഡ്, നോട്ട് ദോസ് കിഡ്, അതല്ല കുട്ടി. പിക്ക് സം ഡൗൺ ദർ. അല്ലെ, താഴത്ത് ഇതിന് കുറച്ചെടുത്തോളൂ എന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ എന്താന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം കേട്ടോ. എന്തുകൊണ്ട് വലിയ പൊട്ടറ്റോ എടുക്കാൻ അയച്ചില്ല, ചെറുതെടുത്താൽ മതി എന്ന് പറഞ്ഞത് എന്താന്നുള്ളത് ഇനി ബാക്കി സീനുകളിൽ വരും. അലി മൂവ്സ് ടു ഹിസ് റൈറ്റ്. അലി എന്ത് ചെയ്യാണ്? റൈറ്റ് ഭാഗത്തോട്ട് മൂവ് ചെയ്യാണ്. സ്കോട്ട് ഡൗൺസ് ആൻഡ് ഫിൽസ് ദ ബാഗ് വിത്ത് സ്മോളർ പൊട്ടറ്റോ ഫ്രം ദ ബോക്സ് ഓൺ ദ ഫ്ലോർ. അല്ലെ, എന്നിട്ട് ഇങ്ങനെ താഴോട്ട് കുഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അവന്റെ ബാഗില് അവിടെ ഉണ്ടായിരുന്ന സ്മോൾ പൊട്ടറ്റോസ് എന്ത് ചെയ്യാണ്? ഇടാണ് കേട്ടോ. ക്ലോസ് അപ്പ് ഓഫ് അലി പിക്കിംഗ് ദ പൊട്ടറ്റോ. അല്ലെ, ഇപ്പൊ നമുക്ക് വേറെ സീനുകളൊന്നും കാണുന്നില്ല, നേരെ അലിയുടെ അടുത്തേക്ക് ക്ലോസ് അപ്പ് ആയിട്ട് ക്യാമറ പോവാണ്. അലി ഇങ്ങനെ പൊട്ടറ്റോ പൊറുക്കിയിടുന്നതാണ് ഇപ്പൊ ഇവിടെ ക്ലോസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, കട്ട് ടു വ്യൂ ഓഫ് ദ ഷോപ്പ് ഫ്രം ദ പേർമെന്റ്. അല്ലെ, അവിടുന്ന് നേരെ കട്ട് ചെയ്യാണ്. നേരെ അവിടെ നിന്ന് കട്ട്, അലി അവിടുന്ന് പൊട്ടറ്റോ എടുക്കുന്നത് നേരെ കട്ട് ചെയ്തിട്ട് നേരെ വീണ്ടും തിരിക്കാണ്. ആ നടപ്പാതയിലോട്ട് തന്നെ വ്യൂ തിരിക്കുകയാണ്. എ മാൻ പുഷിങ് എ ഹാൻഡ് കാർട്ട് ഫില്ലഡ് വിത്ത് junk and does the frame from the right and stop in the front of the top. അല്ലെ, അവിടെ ഉന്തുവണ്ടിയില് ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ട് പൊറുക്കി കൊണ്ടുവന്ന ഒരാള് ഉന്തുവണ്ടിയിൽ വന്നിട്ട് റൈറ്റ് ഭാഗത്തായിട്ട് അല്ലെ, ഫ്രെയിം ഇങ്ങനെ വെച്ചിരിക്കല്ലേ, അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് വന്നു നിന്നു. ആൻഡ് സ്റ്റോപ്പ് ഇൻ എ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. അല്ലെ, ഡയറക്റ്റ് ആയിട്ട് എവിടെ വന്നു? ഫ്രണ്ടിന്റെ ആ ഷോപ്പിന്റെ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് നിന്നു. ദ ജങ്ക് കളക്ടർ. അല്ലെ, ആ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആള് പറയാണ് ലൗഡ്ലി ടു ദ ഷോപ്പ്, വളരെ ഉറക്കെ വിളിച്ച് പറയാണ്, അസ്സലാമു അലൈക്കും വിത്ത് യുവർ പെർമിഷൻ. അല്ലെ, നിങ്ങളുടെ പെർമിഷനോട് കൂടി സലാം പറയുകയാണ്. അല്ലെ, the junk collector picks up bundles of used polythene bags lying scattered on the floor near the boxes of vegetables. അല്ലെ, ജങ്ക് കളക്ടർ എന്ത് ചെയ്യാണ്? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോളിത്തീൻ ബാഗുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ
കിടക്കുന്നുണ്ട്, ചിതറി കിടക്കുന്നുണ്ട്. സ്കാറ്റേർഡ് മീൻസ് ചിതറി കിടക്കാണ് കേട്ടോ, ഫ്ലോറിലൊക്കെ ആയിട്ട്. അതെന്ത് ചെയ്യാണ്, അത് അദ്ദേഹം എന്ത് ചെയ്യാണ്, അത് അവിടുന്ന് കളക്ട് ചെയ്യാണ്, പൊറുക്കിയെടുക്കുകയാണ് കേട്ടോ. ആൻഡ് ത്രോസ് ദം ഇൻ ടു ദ കാർട്ട് അല്ലെ, അതിങ്ങനെ എടുത്തിട്ട് നേരെ അദ്ദേഹത്തിന്റെ വണ്ടിയിലോട്ട് ഇങ്ങനെ എറിയാണ് കേട്ടോ. ഇവിടുന്ന് എടുക്കുന്ന വണ്ടിയിലോട്ട് ഇങ്ങനെ എറിയാണ്. He sees Ali's parcel of the shoes അല്ലെ. അപ്പോഴാണ് അദ്ദേഹം എന്ത് കാണുന്നത്, ആ രണ്ട് ഇതിന്റെ ഇടയിൽ അലിയുടെ ഷൂ കാണുന്നത്. ഓക്കെ, taking it for junk, he picks it up and put into the street അല്ലെ. അദ്ദേഹത്തിന് അറിയില്ലല്ലോ അതെന്താന്നുള്ളത്, പ്ലാസ്റ്റിക് കവർ അല്ലേ. അപ്പൊ അത് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ജങ്കാണെന്ന് വിചാരിച്ചിട്ട് കാട്ടിലെടുത്ത് അദ്ദേഹം ഇടാണ്. ജങ്ക് കളക്ടർ ഗുഡ് ബൈ അല്ലെ, എല്ലാവരും പൊറുക്കി അത് എന്ത് ചെയ്യാണ്, പോയിട്ട് വരാം എന്ന് പറയുകയാണ്. അക്ബർ ഗുഡ് ബൈ, ദ ജങ്ക് കളക്ടർ ലീസ് അല്ലെ. അക്ബറും ഗുഡ് ബൈ എന്ന് പറഞ്ഞു, ജങ്ക് കളക്ടർ എന്തായി, ഇപ്പൊ ഫ്രെയിമിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടോ. ദെൻ കട്ട് ടു വ്യൂ ഫ്രം ദ ഇൻസൈഡ് ദ ഷോപ്പ് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, ഷോപ്പിന്റെ ഒരു ഉള്ളിലെ സീനുകളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അക്ബർ ഈസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഫ്രെയിം കൗണ്ടിങ് മണി അല്ലെ. ഇപ്പൊ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇവിടെ അത് കൊണ്ടുപോയി ഇടുന്ന ആ ഒരു സീനായിരുന്നല്ലോ അല്ലെ, അത് ഏകദേശം കടയുടെ ഫ്രണ്ടിലായിരുന്നു. ഇനി നേരെ കടയുടെ ഉള്ളിലോട്ടായിട്ട് അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്, പൈസ എണ്ണുന്നുണ്ട്. കട്ട് ടു അലി ഫില്ലിംഗ് ഹിസ് ബാഗ് വിത്ത് പൊട്ടാറ്റോസ് അല്ലെ. അലി അവിടെ നിന്നും നേരെ ആ പൈസ എണ്ണുന്നോടത്ത് നേരെ ഒരു കട്ട് കൊടുത്തിട്ട്, ഐ മീൻ ഓരോ ഷോട്ടിലുള്ള കട്ടാട്ടോ ഈ പറയുന്നത്. ഫിലിം എടുക്കുമ്പോ കട്ട് ചെയ്യാറില്ല. അങ്ങനെ പിന്നെ നേരെ അവിടെ പൈസ എണ്ണുന്നോടൊന്ന് കട്ട് ചെയ്ത് നേരെ അലിയുടെ അടുത്തോട്ട് തന്നെ ക്യാമറ വരികയാണ്. അലി പൊട്ടാറ്റോ ബാഗിലോട്ട് ഫില്ല് ചെയ്യുന്നോടത്ത്. ഓക്കെ, Ali finishes filling the bag and hands it to Akbar for waiting അല്ലെ. പൊട്ടറ്റോ ഒക്കെ പൊറുക്കി കഴിഞ്ഞു. അലി എന്ത് ചെയ്തു, അക്ബറിന് അത് തൂക്കാൻ വേണ്ടിയിട്ട്, വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അക്ബർ ഹോൾഡ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ് ടു ഫീൽ ദ വെയിറ്റ് ഫോർ എ മൊമെന്റ്, ഹാൻഡ്സ് ഇറ്റ് ബാക്ക് ടു അലി അല്ലെ. തൂക്കാൻ വേറെ ഒന്നും വേണ്ട, അക്ബറിന്റെ കയ്യനെ മതി. ആള് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് തൂക്കി നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഏകദേശം ഒന്ന് തൂക്കി നോക്കിയിട്ട് അലിക്കന്നെ അത് കൊടുക്കുകയാണ്. അക്ബർ 65 ഡൊമൻസ്, എത്രയായി, 65 അല്ലെ, 65 ഡൊമൻസ് ആയി എന്ന് പറയാണ്. അപ്പൊ അലി പറയാണ്, മൈ മോം സെഡ് ടു പുട്ട് ഇറ്റ് ഓൺ അവർ ടാബ്. എന്താണ് ടാബ്? നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കുറ്റിപ്പിരിവ് എന്നൊക്കെ പറയും അല്ലെ, കുറ്റിപ്പിരിവ് ബുക്ക് എന്നൊക്കെ പറയും അല്ലെ. അതന്നെ അല്ലെ. എന്താണ്, ആളുകള് സ്ഥിരമായിട്ട് പൈസ കൊടുക്കാതെ, ഡെയിലി പൈസ കൊടുക്കാതെ ഒരു ബുക്കോ എന്തെങ്കിലും ഒരു ഡയറി പോലത്തെ ഒക്കെ സംഭവം ഓരോ കടക്കാരൻ നമുക്ക് തരും, മാസത്തിൽ പോയി കൊടുക്കുക അല്ലെ. അപ്പൊ ഡെയിലി നമ്മൾ വാങ്ങുന്ന സാധനം അവിടെ അതിൽ എഴുതി വെക്കും, അതിനാണ് ഈ ടാബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എഴുതി വെക്കാനാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത്, ചെറിയ പൊട്ടറ്റോ കൊടുത്തത്. ഓക്കെ, നോക്കാം. അക്ബർ ടെൽ ഹർ യുവർ അക്കൗണ്ട് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് ലിമിറ്റ്, ഷീ ഷുഡ് പേ അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് അല്ലെ. ഇതാണ് റീസൺ. എന്താണ് റീസൺ? അമ്മയോട് പറയണം, അതിങ്ങനെ അയക്കിങ്ങനെ ഇതിലിട്ടോളൂ, ടാബിൽ ചേർത്തോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്തായിട്ടുണ്ട്, അങ്ങേറ്റം കൂടിയിട്ടുണ്ട് അല്ലെ. അതിന്റെ ബില്ലിന്റെ ഒക്കെ ലിമിറ്റ് കഴിഞ്ഞിട്ട് ഓവർ ആയിട്ടുണ്ട്, ഒരുപാട് പൈസ ആയിട്ട് കൂടി വന്നിട്ടുണ്ട്. അമ്മയോട് കുറച്ചെങ്കിലും പേ ചെയ്യാൻ പറയണമെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വലിയ പൊട്ടറ്റോ കൊടുക്കാതെ ചെറിയത് കൊടുത്തത്, പൈസ ഒരുപാട് അവിടെ കൊടുക്കാനുള്ളത് കൊണ്ട്. ഓക്കെ, അലി ഓൾ റൈറ്റ്, അലി ഓക്കെ. അലി ടേൺസ് ടു ഗോ അല്ലെ, അലി പോവാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു. കട്ട് ടു വ്യൂ ഫ്രം ഔട്ട്സൈഡ് ദി ഷോപ്പ് അല്ലെ. ഇനി നേരെ പുറത്ത്, ഷോപ്പിന്റെ പുറത്തോട്ടാണ് ഇനി അടുത്ത ക്യാമറ വരുന്നത്. ഹി ഗോസ് ടു ദ പൈൽ ഓഫ് ബോക്സസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ് അല്ലെ. അപ്പൊ അലി അവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ആ കൂട്ടി വെച്ച ഷോപ്പിന്റെ ഇടയിലോട്ട് നോക്കുകയാണ്. ആൻഡ് പീക്സ് ദ ബണ്ടിൽ ഓഫ് ഞാൻ അല്ലെ. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യാണ്, ഞാനിന്റെ ബണ്ടിൽ അവിടെ തന്നെ ഉണ്ട്, അത് എടുക്കാണ്. ആൻഡ് ദെൻ ലുക്സ് ഫോർ ദ ബാഗ് ഓഫ് ഷൂസ് അല്ലെ. ഇനി എന്ത് നോക്കാണ്, ബാഗിലെ ഷൂവിന്റെ ബാഗ് തെറിയാണ്. അനേബിൾ ടു ഫൈൻഡ് ഇറ്റ് അല്ലെ, അത് കണ്ടെത്താൻ സാധിച്ചില്ല. ഹി പ്ലേസസ് ദ ബാഗ് ഓഫ് എ ഞാൻ top the vegetables boxes and begins to search underneath അല്ലെ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താഴെയും ഒക്കെ എന്ത് ചെയ്യാണ്, സെർച്ച് ചെയ്യാണ്. ഫാസ്റ്റ് ഹി പുട്സ് ഹിസ് ഹാൻഡ് ആൻഡ് ദെൻ ഹിസ് head in his gap between the boxes of vegetables which upset them all അല്ലെ. എന്ത് ചെയ്യാണ്, ആദ്യം കൈയൊക്കെ ഇട്ടിട്ട് നോക്കുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യാണ്, തലയൊക്കെ ഇട്ട് നോക്കുകയാണ്. ആകെ എന്താവാണ്, ടെൻഷൻ ആവാണ് അല്ലെ. ഫുള്ള് അപ്സെറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് നോക്കാണ്. The vegetable boxes
ടെമ്പിൾ ആൻഡ് വെജിറ്റബിൾസ് സ്കാറ്റേർഡ് ഓൺ ദ ഗ്രൗണ്ട് അല്ലെ. വെജിറ്റബിൾ ബോക്സ് എന്ത് ചെയ്തു, തട്ടി തടഞ്ഞിട്ട് താഴോട്ട് വീണാണ്, പച്ചക്കറി ഫുൾ ഇങ്ങനെ നിരന്ന് കിടന്നു അല്ലെ. നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാൻ പറ്റും, അലിയെയും കാണാൻ പറ്റും, അക്ബറക്കനെയും കാണാൻ പറ്റും, പച്ചക്കറി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. On hearing the sound, Akbar comes running from the inside the shop and sees the vegetables strewn on the ഗ്രൗണ്ട് അല്ലെ. സൗണ്ട് കേട്ടിട്ട് ഓടി പുറത്തോട്ട് വന്ന് നോക്കിയപ്പോ എന്താണ്, പച്ചക്കറി ആകെ നിരന്ന് കിടക്കാണ് കേട്ടോ. നിരന്ന് കിടക്കാട്ടോ, ഗ്രൗണ്ട് ആകെ നിരന്ന് കിടക്കാണ്. അക്ബർ അനോയിഡ് ദേഷ്യമൊക്കെ പാടം വന്നിട്ട് ഇങ്ങനെ മനുഷ്യ ആകെ ഡിസ്റ്റർബ് ആവുകയാണ് കേട്ടോ. വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്, വൈ ഡിഡ് യു സ്പിൽ ദിസ്, ആർ യു ക്രേസി, നീ എന്താണ് ഈ ചെയ്തത്, നിനക്കെന്താ ഭ്രാന്താണോ, എന്തിനാ അതൊക്കെ തട്ടിമറിച്ചിട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അലി ലുക്കിംഗ് ആറ്റ് ഹിം വിത്ത് ഗിൽറ്റ് അല്ലെ, ഒരു കുറ്റബോധത്തോട് കൂടിയിട്ട് നോക്കിയിട്ട് പറയാണ്, മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹാവ് ഡിസപ്പിയേർഡ് അല്ലെ, എന്റെ സിസ്റ്ററിന്റെ ഷൂ എന്തായി, കാണാതായിട്ടുണ്ട്, അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഗെറ്റ് ലോസ്റ്റ് ബീറ്റ് ഇറ്റ് അല്ലെ, അക്ബർ എന്താ പറയുന്നത്, ഗെറ്റ് ലോസ്റ്റ് ബീറ്റ് ഇറ്റ്, കടന്നു പോ അല്ലെങ്കിൽ ഞാൻ അടിക്കുമെന്നാണ് പറയുന്നത് അല്ലെ. അലി ഐ ലെഫ്റ്റ് മൈ സിസ്റ്റർ ഷൂസ് ഹിയർ അല്ലെ, എന്റെ സിസ്റ്ററിന്റെ ഷൂ ഇവിടെ നഷ്ടപ്പെട്ടു എന്നാണ് അലി പറയുന്നത്. അക്ബർ ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്, ഞാൻ പറയുന്നത് ഇറങ്ങി പോവാനാണ്. ബാങ്ക്സ് ഈസ് ഫീസ്റ്റ് ഓൺ ദ പൈൽ ഓഫ് ബോക്സസ് അല്ലെ, അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുഷ്ടി ചുരുട്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള ബോക്സ് അടിക്കാണ്. അലി റൺസ് അവേ സ്കേർഡ് അല്ലെ, ആ ശബ്ദം കേട്ടിട്ട് അലി എന്ത് ചെയ്യാണ്, ഓടിപ്പോവാണ് പേടിച്ചിട്ട്. സീൻ 4 അലീസ് ഹൗസ് അല്ലെ, ഇതാണ് സീൻ 4 വരുന്നത്. ഇനി അലിയുടെ ഹൗസ് ആണ് സീൻ 4 വരുന്നത്. ഇവിടെ ഇതാ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അലിയെയും സെഹ്റനെയും. ഓക്കെ, middle distance shot of Ali and his sister Zahra reading their notebook kneeling on the mattress അല്ലെ. മിഡിൽ ഷോട്ട് ആണ് പൊതുവെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു 80% 90% മുകളിൽ മിഡിൽ ഷോട്ട് തന്നെ ആയിരിക്കും. ഒരു മിഡിൽ ഡിസ്റ്റൻസിലുള്ള ഷോട്ടിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, അലിയും അദ്ദേഹത്തിന് അലിയുടെ സിസ്റ്ററും കൂടെ നിലത്തിരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുട്ടുകുത്തി നിലത്തിരുന്നിട്ടാണ് പഠിക്കുന്നത്. അതൊക്കെ അവരുടെ ഒരു സ്ട്രഗ്ലിംഗ് ഫാമിലിയാണ് അല്ലെ, ഒരു സാമ്പത്തിക ശേഷി കുറവുള്ള ഫാമിലി ആയതുകൊണ്ടാണ് അവര് അങ്ങനെ നിലത്തൊക്കെ ഇരുന്ന് പഠിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പൊ മാട്രസിൽ ഇരുന്നിട്ട് മുട്ടുകുത്തി ഇരുന്നിട്ട് അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് ബുക്കൊക്കെ ഇങ്ങനെ വായിച്ചിരിക്കുകയാണ്. എ ബേബീസ് ക്രൈ ഈസ് ഹേർഡ് ഫൈൻഡലി ഓൺ ദ സൗണ്ട് ട്രാക്ക് അല്ലെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കേൾക്കാൻ പറ്റുന്നുണ്ട്, ഒരു ട്രാക്കായിട്ട് ബാക്കിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടാവും, ആ സീൻ ഇങ്ങനെ കാണുമ്പോ ഒരു കുട്ടി കരയുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. The camera closes in Zahra who is writing in a notebook mumbling the words as she writes അല്ലെ. ക്യാമറ എന്ത് ചെയ്യാൻ വളരെ ക്ലോസ് ആയിട്ട് സെഹ്റന്റെ അടുത്തായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കൊണ്ടുപോവാണ്. സെഹ്റ എന്തോ എഴുതുന്നുണ്ട്, കൂടെ വായോണ്ട് എന്തോ പിറുപിറുത്ത് മംബ്ലിങ് ചെയ്യുന്നുണ്ട്, പിറുപിറുത്ത് പറയുന്നുണ്ട് കേട്ടോ. അലി ഹൗ am I going to school without shoes എന്നാണ് പറയുന്നത് അല്ലെ. ചെറുതായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എഴുതുന്നുണ്ട് അല്ലെ. അപ്പൊ അലി ഞാൻ എങ്ങനെ ഷൂ ഇല്ലാതെ പോവും എന്നാണ് പറയുന്നത്. ദ ക്യാമറ മൂവ്സ് ബാക്ക് ടു മിഡിൽ ഡിസ്റ്റൻസ്, വീണ്ടും ക്യാമറ എന്ത് ചെയ്തു, ക്ലോസിൽ നിന്നും ഒരു മിഡിൽ ഡിസ്റ്റൻസിലോട്ട് വരും. കാരണം രണ്ടാളെ കാണണമെങ്കിൽ പിന്നെ മിഡിൽ ഡിസ്റ്റൻസിലോട്ട് വരണം. ഓക്കെ, നൗ ബോത്ത് സെഹ്റ അലി ആർ ദ ഫ്രെയിം ദെയർ പാരന്റ്സ് അല്ലെ. അപ്പൊ അലിയെയും സെഹ്റനെയും ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയും, കറക്റ്റ് ആയിട്ട് ഫ്രെയിമിൽ കിട്ടും. ഓക്കെ, their parents conversation on the other end of the room is heard on the soundtrack അല്ലെ. അതുപോലെ അവരുടെ പാരന്റ്സിന്റെ സൗണ്ട് അപ്പുറത്തെ റൂമിൽ നിന്നും നിങ്ങൾക്ക് സൗണ്ട് ട്രാക്ക് ആയിട്ട് ഇപ്പോ കേൾക്കാൻ സാധിക്കും. ഇന്റർസ്പേർഡ് വിത്ത് ദ സൗണ്ട് ഓഫ് എ ഹാമർ ബാങ്ങിങ്, അത് മാത്രമല്ല ഇടവിട്ട് നിങ്ങൾക്ക് എന്തിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും, ഒരു ചുറ്റിക വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇവിടെ കാണിക്കുന്നത് ഇവർ രണ്ടുപേരെയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന സൗണ്ടും കേൾക്കാൻ കഴിയും. അതുപോലെ ഇടക്കിടക്ക് ചുറ്റികൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ സാധിക്കും. മദർ ഓഫ് സ്ക്രീൻ അല്ലെ. ഓഫ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്രീനിൽ ഇല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇപ്പൊ ആരെയാണ്, സെഹ്റയും അലിയും തന്നെയാണ്, അവർ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ കേൾക്കുന്ന സൗണ്ട് ആണ് ഇനി പറയുന്നത് കേട്ടോ. ഗോ ടു യുവർ കമ്പനി സ്റ്റോർ ടുമാറോ വി ഡോണ്ട് ഹാവ് എനി ഫോർമുല ലെഫ്റ്റ്. ഫോർമുല പറഞ്ഞാല് കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കമ്പനി സ്റ്റോറിൽ പോണം, കുട്ടിക്ക് കൊടുക്കാനുള്ള ഭക്ഷണം എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നും തന്നെ ഇവിടെ ഇല്ല, കഴിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ അമ്മ. സെഹ്റ പാസസ് ഹെർ നോട്ട്ബുക്ക് ടു അലി അല്ലേ. ആ സമയം നമ്മൾ ഇവിടെ എന്ത് കാണുന്നുണ്ട്, നമ്മൾ ശരിക്കും കാണുന്നത് സെഹ്റനെയും അലിയെയാണല്ലോ. അപ്പൊ സെഹ്റ എന്ത് ചെയ്തു,
ബുക്ക് അലിക്ക് കൊടുത്തു. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് വീണ്ടും ഫാദറിൻ്റെതാണ്. ഡോണ്ട് വെറി, കുഴപ്പമില്ല, ആ വിഷയാക്കണ്ട, ഞാൻ വാങ്ങാം എന്നൊരു മീനിങ്. പിന്നെയും ഫാദർ പറയാണ്, ഓഫ് സ്ക്രീനിൽ തന്നെയാണ് കേട്ടോ. റഹീം അക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്ഡ് ഡിസ്ക് സർജറി മേഡ് ഇറ്റ് വേഴ്സ്. അല്ലെ, ഒരു ഡിസ്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലെ, വൈദികനായിട്ടൊക്കെ ഡിസ്ക് പ്രോബ്ലം ഉണ്ടായിരുന്ന റഹീം അക്കയുടെ സർജറി കഴിഞ്ഞു, വൈഫിന്റെ സർജറി കഴിഞ്ഞു. പക്ഷെ എന്തായി, വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല, അത് വേസ്റ്റ് ആയി പോയി എന്നാണ് പറയുന്നത് കേട്ടോ, റിസൾട്ട് കിട്ടിയില്ലാന്ന്. അപ്പൊ ഇത് വൈഫിനോട് ഇൻഡയറക്റ്റ് ആയിട്ട് സർജറി ചെയ്യണ്ട എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാ ഈ പിക്ചർ ഒന്ന് നോക്കുക. ഫാദർ എന്തോ വെച്ചിട്ട് ഇങ്ങനെ മേടുന്നുണ്ട്. ഡിസ്കിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെയാണ് അമ്മ ഇങ്ങനെ ചാരിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും സീനുകൾ കുട്ടിയും തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് കാണാൻ സാധിക്കും അല്ലെ. alternate close-up of Ali and Zahra listening to their parents' conversation, looking at each other. അല്ലെ, അപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, പാരന്റ്സിന്റെ കോൺവെർസേഷനും കേൾക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇടവിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ടു പറയുമ്പോ നേരെ പോയിട്ട് ഇനി മദറിന്റെയും ഫാദറിന്റെ അടുത്തോട്ട് പോവാണ്. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് മദർ ലൈയിങ് ഓൺ എ ബെഡ് towards the left of the frame, leaning back against the two propped up pillows. അല്ലെ, എന്ത് ചെയ്യാണ്, ചാരി ഇങ്ങനെ വെച്ചിരിക്കുന്ന രണ്ട് പില്ലോസിന്റെ ആയിട്ട് ഇങ്ങനെ ചാരി ഇരുന്നിട്ടാണ് അമ്മയെ കാണുന്നത്. ഫ്രെയിമിൽ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്, ഒരു ബെഡിൽ ഇങ്ങനെ ഒരു മീഡിയം ഡിസ്റ്റൻസ് തന്നെയായിട്ട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ബെഡിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്, പില്ലോസ് അല്ലെ, പില്ലോം അങ്ങനെ ചാരി കിടക്കാതെ ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണത് ചാരി ഇരിക്കുന്നത്. ചാരി ഇരിക്കാന്ന് പറയാൻ പറ്റില്ല, ചാരി കിടക്ക. ഫാദർ ഈസ് സിറ്റിംഗ് on a chair beyond the bed near the wall. അല്ലെ, ഫാദർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചെയറിൽ beyond the bed near the wall, അല്ലെ, ആ വോളിന്റെ അടുത്തായിട്ട്, ആ ബെഡിന്റെ ഒക്കെ അടുത്തായിട്ട് ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചോപ്പിംഗ് വുഡൻ ഫ്ലേസ് വിത്ത് എ ഹാമർ ഓൺ എ ബ്ലോക്ക്. അല്ലെ, ഒരു ബ്ലോക്കിൽ നിന്നിട്ട് ഇങ്ങനെ വുഡൻ ഹീൽസ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, മരത്തടികൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചുറ്റിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. Behind him are two ledges on which are seen some vessels and clothes. Ledges means ഇവിടെ ഒരു ഉന്തിയ പാറയല്ല, ledges means ഒരു ഷെൽഫ് എന്നൊരു അർത്ഥത്തിലാട്ടോ വരുന്നത്, ഒരു ഷെൽഫ് അല്ലെ. ബാക്കിലായിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണാം, എന്ത് കാണാൻ സാധിക്കും, ഒരു ഈ രണ്ട് ഷെൽഫ് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കാണുന്ന രീതിക്ക് രണ്ട് ഷെൽഫ് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ. ആ ഷെൽഫാണ് പറയുന്നത്. അതിൽ കുറച്ച് പാത്രങ്ങളും അതേപോലെ തന്നെ കുറച്ച് ഡ്രസ്സുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫാദർ, യു ഷുഡ് ലേൺ ടു ലീവ് വിത്ത് ഇറ്റ്. അല്ലെ, നീ ഇത് വെച്ച് ജീവിക്കാൻ നീ പഠിക്കണം എന്നാണ് പറയുന്നത്. നീ ഇങ്ങനെ ജീവിക്കാൻ പഠിക്കണം, നീ ഇത് വെച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം എന്ന് പറയുകയാണ്. ക്ലോസ് അപ്പ് ഓഫ് കട്ട് ടു, അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടു വീണ്ടും. Then close up of Ali reading from the book Zahra as passed on to. അല്ലെ, പിന്നെ വീണ്ടും നമ്മൾ ഇവിടെ വന്ന് അലിയുടെ അടുത്തോട്ട് തന്നെ വരികയാണ്. അപ്പൊ അലി സെഹ്റ എന്ത് ചെയ്യാണ്, സെഹ്റ കൊടുത്ത ബുക്ക് അലി വായിക്കുന്ന ഒരു ക്ലോസ് സീനാണ് കണ്ടത്. ഇനി നമുക്ക് കേൾക്കാണ്, വീണ്ടും നമ്മൾ കേൾക്കാണ്. ഇപ്പൊ അലിയും സെഹ്റിന്റെ അടുത്ത് അലിയും സെഹ്റിനെയും കാണുന്നുണ്ട്, സൈഡിലൂടെ നമ്മൾ കേൾക്കുന്നത് അച്ഛന്റെ അമ്മയുടെയും സൗണ്ടാണ്. മദർ ഓഫ് സ്ക്രീൻ, മദർ സ്ക്രീനിലില്ല കേട്ടോ, പറയാണ് വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു നത്തിങ് ഓൾ ഡേ. നിങ്ങൾ എന്താണ് എന്നോട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ തന്നെ ഫുള്ള് ഇങ്ങനെ തന്നെ പോകണം എന്നാണോ പറയുന്നത്. അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. അലി ആ സമയം നമ്മൾ കാണുന്നത് ഇപ്പൊ എന്താണ്, അലി നോട്ട്ബുക്ക് ചെയ്താണ്. വീണ്ടും നമുക്ക് ഫാദറിന്റെ സൗണ്ട് കേൾക്കാം. Well, the doctor has forbidden work. Ali writes, the doctor has forbidden work. അല്ലെ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ത്, ജോലിയൊക്കെ ചെയ്യണ്ട, ജോലിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അലി ലൈസ്, യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് മൈ സ്ലിപ്പേഴ്സ്. അല്ലെ, അലി എന്ത് പറഞ്ഞു, അതാണ് പരിഹാരം കണ്ടത്, നിനക്ക് സ്കൂളിൽ പോകാം എന്റെ സ്ലിപ്പർ ഇട്ടുകൊണ്ട് എന്നാണ് പറയുന്നത്. അതെന്ത് ചെയ്യാണ്, പറഞ്ഞേക്കല്ല കേട്ടോ, എഴുതിയേക്കാണ് കേട്ടോ. Mumbling the words as he writes and passes the notebook to Zahra. Close up of the notebook. അല്ലെ, ഇപ്പോ അലി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ്, നീ സ്കൂളിൽ പോകുമ്പോ എന്റെ നിനക്ക് എന്റെ സ്ലിപ്പർ ഇടാം എന്ന് പറയാണ്. അപ്പൊ നേരെ എന്നിട്ട് അത് സെഹ്റക്ക് കൊടുക്കാണ്. നേരെ ആ നോട്ട് ബുക്കിൽ എഴുതിയത് നമ്മൾ കാണുന്നില്ലല്ലോ, അപ്പൊ നേരെ നോട്ട് ബുക്ക് വളരെ ക്ലോസ് അപ്പ് ആയിട്ടുള്ള സീൻ എടുക്കാണ്. Then mother off screen. കൊക്കാബ് Canon sister and had surgery and she is fine. അല്ലെ, ഒരു
വ്യക്തിയാണ് കാനോൺസിന്റെ സിസ്റ്റർ അല്ലെ. കാനോൺ സിസ്റ്റർ ഹാഡ് സർജറി അല്ലെ. കാനോൺ സിസ്റ്റർ അപ്പം ഫാദർ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു അല്ലെ. ആ സിസ്റ്റർ അപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോ വളരെ ബാഡ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ മദർ പറയാണ് കൊഗാബ് കാനോൺസിന്റെ സിസ്റ്റർക്ക് സർജറി നടന്നിട്ടുണ്ട്, പക്ഷെ ആള് കുഴപ്പമില്ല, ആൾക്ക് ഉഷാറാണ് എന്ന് പറയാണ്. അപ്പൊ അമ്മക്ക് സർജറി ചെയ്യും വേണം, അച്ഛന് ചെയ്യും വേണ്ട എന്ന് പറയുന്ന ഒരു രീതിയാണ് അല്ലെ. Then cut to close up Zahra talking the notebook and reading what Ali has written in. അല്ലെ, അലി എഴുതിയത് എന്താണോ അത് വായിക്കുന്നുണ്ട്, നോട്ട്ബുക്ക് വാങ്ങിയിട്ട് സെഹ്റ. അതാണ് ഇപ്പൊ കാണിക്കുന്ന ക്ലോസപ്പ് സീൻ. Then father off screen, ഫാദർ വീണ്ടും പറയുന്നത് കേൾക്കാൻ പറ്റും. ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി, നീ ഒരിക്കലും സർജറിയെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. ആൾട്ടർനേറ്റീവ് ക്ലോസപ്പ് ഓഫ് സെഹ്റ ആൻഡ് അലി ലുക്കിംഗ് ഈച്ച് അതർ അല്ലെ. അപ്പൊ അലിയും സെഹ്റ ഇങ്ങനെ പരസ്പരം നോക്കുന്നത് ഇങ്ങനെ ക്ലോസപ്പ് ആയിട്ട് എടുക്കുന്നുണ്ട്. വീണ്ടും ഫാദർ നമുക്ക് സൗണ്ട് കേൾക്കാം. ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം എ ക്രിംബിൾഡ്, നീ ഒരു കാലാകാലത്തേക്ക് ഒരു കിടപ്പ് രോഗിയായിട്ട് ഒരു മുടന്ത് രോഗിയായിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ചെയ്യാത്തതെന്ന് പറയാണ് പേടിച്ചിട്ട്. കട്ട് ടു ക്ലോസ് അപ്പ് ഓഫ് സെഹ്റ റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക് അല്ലെ. വീണ്ടും എന്ത് ചെയ്യണം, അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് സെഹ്റയുടെ നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതുന്നതിന്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ എടുക്കുകയാണ്. Then mumbling as she write, അതിന്റെ കൂടെ തന്നെ ആളെ എഴുതുന്നത് പതുക്കെ ചുണ്ടോണ്ട് പെറുക്കുന്നുണ്ട്. Ali, you have some nerve, you lost my shoes, I will tell dad. Cook ക്ലോസ് അപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സെഹ്റ അല്ലെ. അപ്പൊ അലിയോട് പറയാണ്, അലി നീ എന്റെ ഷൂ കളഞ്ഞു, നീ ചെയ്ത തെറ്റ, നീ എന്റെ ഷൂ കളഞ്ഞു, നീ എന്താ ചെയ്തത്, ഞാനിത് അച്ഛനോട് ഡാഡിയോട് പറഞ്ഞു കൊടുക്കും എന്ന് പറയാണ്. അപ്പൊ അത് കേട്ടപ്പോ അലിയുടെ മുഖത്തോട്ടാണ് ഇപ്പൊ നേരെ കണ്ടോ ക്ലോസ് അപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സെഹ്റ. അപ്പൊ പറഞ്ഞപ്പോ അലി സെഹ്റയെ നോക്കുന്നതിന്റെ നേരെ ക്ലോസ് ആണ് എടുത്തത്. ഷി പാസസ് നോട്ട്ബുക്ക് ടു അലി, ക്ലോസ് അപ്പ് ഓഫ് ദ നോട്ട്ബുക്ക് അല്ലെ. അവൾ എന്ത് ചെയ്തു, അലിക്ക് നോട്ട്ബുക്ക് പാസ് ചെയ്തു. അപ്പൊ നേരെ ക്യാമറ നേരെ നോട്ട്ബുക്കിലോട്ട് നേരെ ക്ലോസ് ആയിട്ട് എടുത്തു. ഓക്കെ, ദെൻ the conversation of their parents continues. The soundtrack, now less audible, interspersed by the beat of the hammer on the block അല്ലെ. കോൺവെർസേഷൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺവെർസേഷൻ നമുക്ക് ഇങ്ങനെ ഓഡിയോ സൗണ്ട് ട്രാക്ക് ആയിട്ട് കേൾക്കും. now less audible ആണ്, ഇപ്പൊ എന്താണ്, ഇപ്പൊ ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ. അതിന്റെ കാരണം ആരിടപെട്ടിട്ടുണ്ട്, ബീറ്റ് ഓഫ് ദ ഹാമർ ഓൺ ദ ബ്ലോക്ക് അല്ലെ. ആ ബ്ലോക്കിൽ നിന്നും വരുന്ന ഹാമറിന്റെ സൗണ്ട്, ഇടവിട്ട് ചുറ്റികയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ സൗണ്ട് കാരണം പതുക്കെ ഉള്ളൂ അവരുടെ അച്ഛന്റെ അമ്മേന്റെ സൗണ്ട് കേൾക്കുന്നത്. ക്ലോസ് അപ്പ് ഓഫ് അലി റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക് അല്ലെ. അലി നോട്ട്ബുക്കിൽ എഴുതുന്നതിന്റെ ക്ലോസ് ആയിട്ടുള്ള സീനാണ് ഇപ്പൊ എടുക്കുന്നത്. Too close up of father working on the other end of the room looking at the camera അല്ലെ. Too close up of father working at the other end of the room looking at the camera അല്ലെ. ക്യാമറയിലോട്ട് പോയിട്ട് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫാദറിലോട്ടാണ് ഈ ടു ക്ലോസ് അപ്പ് പോകുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ലുക്കിംഗ് അറ്റ് ദ ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട്. ഇന്റർസ്പേർഡ് വിത്ത് ദ ക്ലോസ് അപ്പ് ഓഫ് അലി ആൻഡ് സെഹ്റ, മിഡിൽ റേഞ്ചസ് ഷോട്ട് ഷോയിങ് ദം അല്ലെ. അതിന്റെ ഇടയിലൂടെ അവിടെ എടുത്തു കഴിയുമ്പോൾ നേരെ അതിന്റെ ഇടയിലൂടെ അലിയെയും സെഹ്റയും കൂടെ എടുക്കുന്നുണ്ട്. ആൻഡ് എ മിഡിൽ റേഞ്ച് ഷോട്ട് ഷോയിങ് ദം, ഇതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു മിഡിൽ റേഞ്ചിലുള്ള ഒരു ഷോട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അലി റൈറ്റ്സ് ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു സെഹ്റ അല്ലെ. അലി നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് സെഹ്റക്ക് കൊടുത്തു. സെഹ്റ റീഡ്സ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ദ നോട്ട്ബുക്ക് ഇൻ എ വിസ്പർ അല്ലെ. സെഹ്റ എന്ത് ചെയ്യാണ്, അലി എന്താണോ എഴുതിയത് എന്നുള്ളത് പതുക്കെ, വിസ്പർ എന്ന മന്ത്രിക്ക് അല്ലെ, പതുക്കെ വായിക്കാണ് കേട്ടോ. സെഹ്റ, ഇഫ് യു ടെൽ ഡാഡ്, നീ ഡാഡിയോട് ഇത് പറയുകയാണെങ്കിൽ, ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് us, അദ്ദേഹം നമ്മളെ രണ്ടാളും തല്ലും. ബിക്കോസ് ഹി ഡസന്റ് ഹാവ് മണി ടു ബൈ യു എ പെയർ ഓഫ് ഷൂസ് അല്ലെ. സെഹ്റയോട് എഴുതിയത് വായിക്കാണ്. സെഹ്റ, നീ ഇത് ഉപ്പയോട് പറയുകയാണെങ്കിൽ ഉപ്പ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ രണ്ടാളെയും തല്ലും, കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് അത് വാങ്ങാനുള്ള പൈസ ഇല്ല എന്നാണ് പറയുന്നത്. Zahra writes, then what should I do? Zahra എഴുതാണ്, ഇനി എന്നാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് in the notebook and passes to Ali അല്ലെ. അത് എഴുതിയിട്ട് അലിക്ക് കൊടുക്കാണ്. Ali writes, you can wear my sneakers, നിനക്ക് എന്റെ ചെരുപ്പിടാം അല്ലെ. and passes notebook back അല്ലെ. അത് എഴുതിയിട്ട് നോട്ട്ബുക്ക് വീണ്ടും കൊടുക്കാണ്. സെഹ്റ റൈറ്റ്സ്, ഐ വിൽ വിയർ ദം വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ അല്ലെ. നീ സ്കൂളിൽ നിന്നും വന്നിട്ട് ഞാൻ ഇത്, അതൊക്കെ ഷിഫ്റ്റ് ആയിരിക്കാം അല്ലെ. ചിലപ്പോ അവിടെ സ്കൂൾ അങ്ങനെ ആയിരിക്കാം, ഒരാൾ വന്നിട്ടായിരിക്കും ഒരാൾക്ക് തുടങ്ങുന്നത്. അപ്പൊ നീ വന്നിട്ട് ഞാൻ നിന്റെ
ചെരുപ്പിടാം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് അവർ പറഞ്ഞു നിർത്തുന്നത്. ഡ്യൂറിംഗ് ദ പാസിംഗ് ഓഫ് ദ നോട്ട്ബുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് ഓൺലി ദ നോട്ട്ബുക്ക് ഇൻ ക്ലോസ് അപ്പ് ആൻഡ് ഹാൻഡ്സ് ആർ വിസിബിൾ ഇൻ ദ ഫ്രെയിം. അല്ലെ, ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോട്ട് ബുക്ക് ഒരാൾ എഴുതുന്നു, മറ്റാൾക്ക് കൊടുക്കുന്നു, അദ്ദേഹം ആ വ്യക്തി എഴുതുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ലോസ് ആയിട്ട് ഇപ്പോ നോട്ട് ബുക്ക് മാത്രമാണ് കാണുന്നത്, ഹാൻഡ്സും കാണും. ഓക്കെ, ക്ലോസ് അപ്പ് ഓഫ് സെഹ്റ റൈറ്റിംഗ് ദ സ്റ്റംപ് ഓഫ് ഹെർ പെൻസിൽ ബ്രേക്സ്. അല്ലെ, ഇങ്ങനെ സെഹ്റ എഴുതുന്നത് ഇങ്ങനെ ക്ലോസ് അപ്പ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വിടാണല്ലോ. അപ്പൊ സെഹ്റ എഴുതുന്നത് ഇങ്ങനെ ക്ലോസ് അപ്പ് ആയെടുത്തപ്പോ സെഹ്റയുടെ പെൻസിലിന്റെ മൊനമ്പ് പൊട്ടി. ഓക്കെ, സ്റ്റെമ്പ് എന്നാൽ ഇങ്ങനെ പൊട്ടുക, അല്ലെ, ഒരു പൊട്ടിപ്പോവുക എന്നൊരർത്ഥത്തിലാണ് കേട്ടോ, പൊട്ടുക എന്നൊരർത്ഥത്തിലാണ്. പെൻസിൽ ബ്രേക്സ്, അല്ലെ, ആ സ്റ്റെമ്പ് പറഞ്ഞാല് അതിന്റെ മൊനമ്പ് പൊട്ടുക കേട്ടോ, മുനമ്പ് പൊട്ടുന്നതാണ് മുനമ്പ്. ഓക്കെ ഓക്കെ, ബ്രേക്സ് മീൻസ് നശിച്ചു പോയി, പൊട്ടിപ്പോവുക. സ്റ്റെമ്പ് മീൻസ് അതിന്റെ കൂർപ്പിച്ച ഭാഗം. ഓക്കെ, അലി പുട്സ് ഹിസ് പെൻസിൽ ഓൺ ദ നോട്ട്ബുക്ക് ഫോർ ഹർ ടു റൈറ്റ്. അല്ലെ, അലി അപ്പൊ എന്ത് ചെയ്തു, അലിയുടെ പെൻസിൽ അവൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ആ ബുക്കിൽ നോട്ട് ബുക്കിൽ വെച്ച് കൊടുത്തു. സെഹ്റ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ. സെഹ്റ എന്ത് ചെയ്തില്ല, ആ പെൻസിൽ എടുത്തില്ല. ക്ലോസ് അപ്പ് ഓഫ് പെൻസിൽ ലൈങ് ഓൺ ദ നോട്ട് ബുക്ക്. അല്ലെ, ഇപ്പൊ ക്യാമറ ലാസ്റ്റ് ക്ലോസ് ആയിട്ട് ആ പെൻസിൽ സെഹ്റ എടുത്തിട്ടില്ലല്ലോ, അപ്പൊ ആ പെൻസിൽ ബുക്കിലുള്ള ആ ഒരു ക്ലോസ് അപ്പ് സീനാണ് ലാസ്റ്റ് ക്യാമറ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇതാണ് നോട്ട്ബുക്ക്. ഇത് ഒരു സീനാണ് കേട്ടോ, ഇത് ഒരു സീനും ഇത് ഒന്നിച്ച് കാണുന്ന പോലെ, പിന്നെ ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് ഈ ഡയറി ഇങ്ങനെ എടുക്കുന്നതാണ്. ക്ലിയർ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഫിലിമിന്റെ ഒരു 4 സീൻ എന്ന് പറയുന്നത്. അല്ലെ, ദ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഫിലിമിന്റെ 4 സീൻ മാത്രമാണ് ഇതുള്ളത്. അതിന്റെ പിക്ചറൊക്കെ വെച്ചിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലോട്ടൊക്കെ നോക്കുക, എന്നിട്ട് അതിന്റെ പിക്ചർ ഇങ്ങനെ വരിക, അപ്പൊ അതും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അല്ലെ, അല്ലെങ്കിൽ ഇപ്പോ ബാക്കിൽ നിന്ന് കേൾക്കുന്ന സൗണ്ട് മുന്നിൽ നിന്ന് കേൾക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പല പല കൺഫ്യൂഷൻസ് വരും. ഓക്കെ, അത് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്, അപ്പൊ നിങ്ങൾ അതൊക്കെ പോയി കാണുക.